നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയിലെ ആധുനിക ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്താണ് 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏതിൽ ഉൾപ്പെടുന്നതാണ്? പി ബ്ലോക്കിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ? ആധുനിക ആവർത്തന പട്ടികയിൽ നമ്മൾ പറഞ്ഞു 4 ബ്ലോക്കുകളുണ്ട്. ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ്, അങ്ങനെ 4 ബ്ലോക്കുകളുണ്ട്. അതിൽ പി ബ്ലോക്കിലാണ് ഏതൊക്കെ ഗ്രൂപ്പുകൾ? 13 മുതൽ 18 ഗ്രൂപ്പ് വരെ വരുന്നത് ഏതിലാണ്? പി ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പി ബ്ലോക്കിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ 17ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നിസിൻ. ഏതൊക്കെയാണ്? ഗ്രൂപ്പ് 17ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നിസിൻ. ഇതൊക്കെയാണ് 17ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ. ഇനി 17ാം ഗ്രൂപ്പ് മൂലകങ്ങളെ പൊതുവായി അറിയപ്പെടുന്ന പേരാണ് ഹാലജനുകൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ ഗ്രൂപ്പും പഠിക്കുമ്പോൾ അത് ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നതും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോറോൺ കുടുംബം, കാർബൺ കുടുംബം, ഓക്സിജൻ കുടുംബം, അലസവാതകങ്ങൾ, അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ഫാമിലി ഉണ്ട്, ഓരോ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, ഓരോ കുടുംബങ്ങൾ. അപ്പൊ അതില് നമ്മൾ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഹാലജനുകൾ എന്ന കുടുംബത്തിലാണ് അറിയപ്പെടുന്നത്. ഹാലജനുകൾ. അപ്പൊ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളെ പൊതുവായി അറിയപ്പെടുന്നത് ഹാലജനുകൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇനി നമ്മൾ അതിനകത്ത് തന്നെ 3 ക്വസ്റ്റ്യനും ഇനി പറയുന്ന 3 ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായി കണ്ടെത്തിയ ഹാലജൻ ആണ് ക്ലോറിൻ. ആദ്യമായി കണ്ടെത്തിയ ഹാലജൻ ഏതാണ്? ക്ലോറിൻ ആണ്. ക്ലോറിന്റെ പ്രതീകം എന്ന് പറയുന്നത് Cl ആണ്. അപ്പൊ ആദ്യമായി കണ്ടെത്തിയ ഹാലജൻ ആണ് ക്ലോറിൻ. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലജൻ ആണ് ബ്രോമിൻ. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലജൻ ആണ് ഏത്? ബ്രോമിൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും ധാരാളമായി കണ്ടുവരുന്ന ഹാലജൻ ആണ് ഫ്ലൂറിൻ. അത് 3 ഇപ്പൊ നമ്മൾ പറഞ്ഞ 3 പോയിന്റും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യമായി കണ്ടെത്തിയ ഹാലജൻ ആണ് ക്ലോറിൻ. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലജൻ ആണ് ബ്രോമിൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും ധാരാളമായി കണ്ടുവരുന്ന ഹാലജൻ ആണ് ഫ്ലൂറിൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഇതില് 17ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 7 ആണ്. പിന്നെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ വരുന്ന ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 7 എന്ന് പറഞ്ഞത്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ആ ഇലക്ട്രോണിക് വിന്യാസം കൂടി നോക്കാം. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഇലക്ട്രോണിക വിന്യാസം എന്ന് പറയുന്നത് NS2 NP5 ആണ്. അതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പും പഠിച്ചപ്പോൾ നമ്മൾ അതിന്റെ ഇലക്ട്രോണിക് വിന്യാസവും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണവും നമ്മൾ പറഞ്ഞു തന്നെയാണ് പോയത്. ശ്രദ്ധിക്കുക. അപ്പൊ NS2 NP5 ആണ്. NS2 NP5. ഇനി നോക്കാം, ഈ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ അയോണികര എന്ന എൻതാൽപ്പി കൂടുതലായിരിക്കും. അവരുടെ അയോണീകരണ എൻതാൽപ്പി കൂടുതലായിരിക്കും. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അയോണീകരണ എൻതാൽപ്പി കുറയുന്നു. ഇത് 17ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഒരു സവിശേഷതയാണ്. നോക്കാം, അയോണീകരണ എൻതാൽപ്പി കൂടുതലാണ്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അയോണീകരണ എൻതാൽപ്പി കുറയുന്നു. ഓക്കെ, ഇനി ഇവർക്കുടെ ഒരു മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണിക്കുന്നവരാണ് ആര്? 17ാം ഗ്രൂപ്പ് ഇലമെന്റ്സ്. ഓക്കെ, മൂലകങ്ങൾ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ. ഓക്കെ, ഇനി നോക്കാം, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും 17ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. ഇനി ശ്രദ്ധിക്കാം, ഈ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ,
ബെനീസൻ. ഇതൊക്കെയാണ് 17ാം ഗ്രൂപ്പിൽ വരുന്നത്. ഇതില് ശ്രദ്ധിക്കുക, വാതകാവസ്ഥയിൽ കാണപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഫ്ലൂറിനും ക്ലോറിനും വാതകാവസ്ഥയിൽ കാണപ്പെടുന്ന മൂലകങ്ങളാണ്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമുക്ക് ചോദിക്കാം, 17ാം ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഹാലജനുകളില് വാതകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലജനുകൾ ഏതൊക്കെയാണ്? ഫ്ലൂറിനും ക്ലോറിനും വാതകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലജനാണ്. നെക്സ്റ്റ്, ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലജനാണ് ബ്രോമിൻ. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നതാണ് ബ്രോമിൻ. ഖരാവസ്ഥയിൽ കാണപ്പെടുന്നത് അയഡിന്. ആ 3 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. വാതകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലജനാണ് ഫ്ലൂറിനും ക്ലോറിനും. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലജനാണ് ബ്രോമിൻ. ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലജനാണ് അയഡിൻ. ഓക്കെ, ഇനി എല്ലാ ഹാലജനും, ഇവിടെ സവിശേഷതയുള്ള മറ്റൊരു സവിശേഷതയാണ്, എല്ലാ ഹാലജനുകളും നിറമുള്ളവയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന് മുന്നുള്ള ക്ലാസ്സിൽ നമ്മൾ ഈ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു പോയി. അപ്പൊ അതിന്റെ നമ്മൾ ഓരോന്നിന്റെ നിറങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാ ഹാലജനുകളും എങ്ങനെയാണ്? നിറമുള്ളവയാണ്. എല്ലാ ഹാലജനുകളും നിറമുള്ളവയാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ എന്നിവ ജലവുമായി പ്രവർത്തിക്കുന്നു. ഫ്ലൂറിനും ക്ലോറിനും ജലവുമായി പ്രവർത്തിക്കുന്നു. ബ്രോമിൻ, അയഡിൻ എന്നിവ വളരെ കുറച്ച് മാത്രമേ ജലത്തിൽ ലയിക്കുന്നുള്ളൂ. വളരെ കുറച്ച് ജലത്തിൽ ലയിക്കുന്ന ഏതൊക്കെയാണ്? ബ്രോമിനും അയഡിനും. ബ്രോമിൻ, അയഡിൻ എന്നിവ വളരെ കുറച്ച് മാത്രമേ ജലത്തിൽ ലയിക്കുന്നുള്ളൂ. എല്ലാ ഹാലജനുകളും പ്രകടിപ്പിക്കുന്ന ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് -1. ശ്രദ്ധിക്കുക, എല്ലാ ഹാലജനുകളും പ്രകടിപ്പിക്കുന്ന ഓക്സീകരണാവസ്ഥ. അപ്പോൾ ഹാലജനുകളുടെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? -1. എല്ലാ ഹാലജനുകളും പ്രകടിപ്പിക്കുന്ന ഓക്സീകരണാവസ്ഥ -1. ഓക്കെ, ഇനി നോക്കാം. ഫ്ലൂറിൻ എന്ന് പറഞ്ഞത് നമ്മളിവിടെ ഒരു പ്രത്യേകത പറഞ്ഞല്ലോ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ. അതുകൊണ്ട് തന്നെ ഫ്ലൂറിന് -1 എന്നുള്ള ഓക്സീകരണാവസ്ഥ മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ. അതുകൊണ്ട് തന്നെ ഫ്ലൂറിന് -1, -1 ഓക്സീകരണ അവസ്ഥ മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇനി നോക്കാം, ഈ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് ക്രിയാശീലത കൂടുതലാണ്. ഇവരുടെ ക്രിയാശീലത കൂടുതലാണ്. ഇനി ഇവര് 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അല്ലെങ്കിൽ ഹാലജനുകൾ എന്ന് പറഞ്ഞു. അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹാലജനുകൾ. ഈ ഹാലജനുകൾ ലോഹവും അലോഹവുമായി പ്രവർത്തിച്ചിട്ട് ഹാലൈഡുകൾ ഉണ്ടാക്കുന്നു. ഹാലജനുകൾ ലോഹവും അലോഹങ്ങളും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ട് ഹാലൈഡുകൾ ഉണ്ടാക്കുന്നു. ഈ ഹാലജൻ ലോഹവുമായി പ്രവർത്തിച്ചിട്ട് ലോഹ ഹാലൈഡുകൾ ഉണ്ടാക്കുന്നു. രണ്ടും നോട്ട് ചെയ്യുക. ഈ ഹാലജനുകൾ ലോഹങ്ങളും അലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹാലൈഡുകൾ ഉണ്ടാക്കുന്നു. ഹാലജനുകൾ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ലോഹ ഹാലൈഡുകൾ ഉണ്ടാക്കുന്നു. നോക്കാം, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ക്രിയാശീലത കുറഞ്ഞു വരുന്നു. ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ക്രിയാശീലത കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റിയും എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. ഓക്കെ, കുറഞ്ഞു വരുന്നു. നോക്കാം, ഇനി മെഗ്നീഷ്യം പ്ലസ് ബ്രോമിനുമായിട്ട് പ്രവർത്തിച്ച് Br പ്ലസ് Mg, മെഗ്നീഷ്യം ബ്രോമിനുമായി ചേർന്ന് മഗ്നീഷ്യം ബ്രോമൈഡ് ഉണ്ടാകുന്നു. മെഗ്നീഷ്യം ബ്രോമിനുമായി ചേർന്നിട്ടുണ്ടാകുന്നത് എന്താണ്? മഗ്നീഷ്യം ബ്രോമൈഡ് ഉണ്ടാകുന്നു. ഇനി നമ്മൾ ഇപ്പൊ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സവിശേഷതകൾ നമ്മൾ ഓരോ പോയിന്റ്സും ആയിട്ട് പറഞ്ഞു. ഇനി അതിൽ ഫ്ലൂറിനെ മാത്രം നോക്കാം. ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂലകം, ഒരു ഇലമെന്റ് ആണ് ഫ്ലൂറിൻ. ആ ഫ്ലൂറിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് നോക്കാം. ഫ്ലൂറിന് ഉയർന്ന മറ്റുള്ള ഗ്രൂപ്പിലെ ഹാലജനുകളിൽ വെച്ച് നോക്കുമ്പോൾ ഫ്ലൂറിന് മാത്രം വരുന്നത് ഫ്ലൂറിന്റെ പ്രത്യേകതകൾ. മറ്റുള്ള ഹാലജനുകളിൽ നിന്നും വ്യത്യസ്തമായി ഫ്ലൂറിന് ഉയർന്ന അയോണീകരണ എൻതാൾപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നിവയുണ്ട്. ഓക്കെ, മറ്റുള്ള ഹാലജനുകൾ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ്? ഉയർന്ന അയോണീകരണ എൻതാൾപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നിവ ഫ്ലൂറിനുണ്ട്. നെക്സ്റ്റ് ആണ് അയോണികര ആരം, സഹസംയോജന ആരം, ദ്രവനില, തിളനില. നമ്മൾ പഠിച്ചതാണ് നേരത്തെ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും. ദ്രവനില, തിളനില എന്നിവ ഫ്ലൂറിന് കുറവാണ്. എന്തൊക്കെയാണ്? അയോണീകരണ ആരം, സഹസംയോജന ആരം, ദ്രവനില,
തിളനില എന്നിവ ഫ്ലൂറിന് കുറവാണ്. ഓക്കെ, നെക്സ്റ്റ്, ഫ്ലൂറിന്റെ മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളും താപമോചകമാണ്. അത് നോട്ട് ചെയ്യുക. ഫ്ലൂറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളും തന്നെ താപമോചക പ്രവർത്തനങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ അങ്ങനെ 3 പോയിന്റ്സ് ആണ് അതിനകത്ത് ഫ്ലൂറിന്റെ പറയുന്നത്. ഇനി ഈ ഫ്ലൂറിന്റെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെ ഈ ഫ്ലൂറിന്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾക്ക് കാരണം ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിപ്പം കുറഞ്ഞ ഒരു മൂലകമാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഫ്ലൂറിന്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് പറയുന്ന അതിന്റെ വലിപ്പക്കുറവ്. എന്താണ്? വലിപ്പം കുറവാണ്. കൂടിയ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഏത്? ഫ്ലൂറിൻ, അല്ലെ? അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെയാണ്? കൂടുതലാണ്, കൂടിയ ഇലക്ട്രോനെഗറ്റിവിറ്റി. നെക്സ്റ്റ്, ബാഹ്യതമ ഷെല്ലിലുള്ള ഡി ഓർബിറ്റലിന്റെ അലഫിത, അതായത് ഡി ഓർബിറ്റൽ ഇല്ല, ബാഹ്യതമ ഷെല്ലിലെ ഡി ഓർബിറ്റലിന്റെ അലഫിത. നെക്സ്റ്റ്, കുറഞ്ഞ എഫ് സിംഗിൾ ബോണ്ട് എഫ് ബന്ധന വിഘടന എൻതാൾപ്പി. ഇതൊക്കെയാണ് ഫ്ലൂറിന് മറ്റുള്ള സ്വഭാവ സവിശേഷതകൾക്കുള്ള കാരണങ്ങൾ. അപ്പൊ അങ്ങനെ 4 പോയിന്റ് പറഞ്ഞു. വലിപ്പക്കുറവ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്, കുറഞ്ഞ എഫ് സിംഗിൾ ബോണ്ട് എഫ് ബന്ധന വിഘടന എൻതാൾപ്പി, ബാഹ്യതമ ഷെല്ലിലെ ഡി ഓർബിറ്റലിന്റെ അലഭ്യത, അതായത് ഡി ഓർബിറ്റൽ ഇല്ല. ഓക്കെ, ഇത്രയാണ് ഫ്ലൂറിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂലകമാണ് ഫ്ലൂറിൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകവുമാണ് ഫ്ലൂറിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് അടുത്ത മൂലകം നോക്കാം. നെക്സ്റ്റ് 17ാം ഗ്രൂപ്പിൽ വരുന്ന നെക്സ്റ്റ് മൂലകമാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. ക്ലോറിൻ, നമ്മൾ ആദ്യം ഫ്ലൂറിൻ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? ക്ലോറിൻ ആണ്. ക്ലോറിൻ ഹൈഡ്രോക്ലോറിക് ആസിഡും മഗ്നീഷ്യം ഓക്സൈഡ് MnO2 തമ്മിൽ പ്രവർത്തിപ്പിച്ച് 1744 ക്ലോറിൻ കണ്ടുപിടിച്ചത് ഷീലയാണ്. ഷീലെ. ക്ലോറിൻ കണ്ടുപിടിച്ചത് ആരാണ്? ക്ലോറിൻ എന്ന മൂലകം കണ്ടുപിടിച്ചത് ഷീലെ. ഏതൊക്കെ തമ്മിൽ പ്രവർത്തിച്ചിട്ടാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡും മഗ്നീഷ്യം ഓക്സൈഡും തമ്മിൽ പ്രവർത്തിച്ച് 1744 ക്ലോറിൻ കണ്ടുപിടിച്ചത് ഷീലെ. എന്നാൽ ക്ലോറിൻ എന്ന വാക്ക്, ആ പേര് നൽകിയത് ഡേവിയാണ്. ക്ലോറിൻ എന്ന പേര് നൽകിയത് ഡേവി. ഇനി ക്ലോറിൻ എന്ന് പറഞ്ഞത് ഒരു എന്താണ്? നമ്മൾ ക്ലോറോസിസ് എന്ന ഗ്രീക്ക് പദം, ക്ലോറോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ക്ലോറിൻ എന്ന വാക്ക് ഉണ്ടായത്. അതായത് ക്ലോറിൻ എന്ന് പറഞ്ഞാൽ അതിന് ക്ലോറിൻ എന്ന പേര് കൊടുക്കാൻ കാരണം എന്താണ്? അതിന്റെ നിറത്തെ അടിസ്ഥാനമാക്കിയാണ് ക്ലോറിൻ എന്ന് പേരിട്ടത്. എന്താണ് അതിന്റെ അർത്ഥം? ക്ലോറോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ക്ലോറിൻ എന്ന വാക്കുണ്ടായത്. എന്താണ് നിറം? പച്ച കലർന്ന മഞ്ഞ നിറമാണ്. ക്ലോറിന്റെ നിറം എന്താണ്? പച്ച കലർന്ന മഞ്ഞ നിറം. അപ്പൊ പച്ച കലർന്ന മഞ്ഞ നിറം എന്ന അർത്ഥമുള്ള ക്ലോറോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ക്ലോറിൻ എന്ന വാക്ക് ഉണ്ടായത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ വ്യാവസായിക നിർമ്മാണം, എങ്ങനെയാണ് ക്ലോറിൻ നിർമ്മിക്കുന്നത് നോക്കാം. 2 പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ഡീകൺ പ്രക്രിയ, ഡീകൺ പ്രോസസ്സ്. ഫസ്റ്റ് വരുന്നതാണ് ഡീകൺ പ്രക്രിയ. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് വാതകത്തെ കോപ്പർ നോക്കുക, CuCl2, കോപ്പർ ഡൈക്ലോറൈഡ്, എന്താണ്? CuCl2, കോപ്പർ ഡൈക്ലോറൈഡ് ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ 723 കെൽവിനിൽ അന്തരീക്ഷ ഓക്സിജനാൽ ഓക്സീകരിച്ച് വ്യാവസായികമായി നമുക്ക് ക്ലോറിൻ നിർമ്മിക്കാം. അപ്പോൾ ക്ലോറിന്റെ വ്യാവസായിക നിർമ്മാണമാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് പ്രോസസ്സ് ഏതാണ്? ഡീകൺ പ്രക്രിയ അല്ലെങ്കിൽ ഡീകൺ പ്രോസസ്സ്. എങ്ങനെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl വാതകത്തെ CuCl2 ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ 723 കെൽവിനിൽ അന്തരീക്ഷ ഓക്സിജനാൽ ഓക്സീകരിച്ച് നമുക്ക് ക്ലോറിൻ നിർമ്മിക്കാം. നെക്സ്റ്റ് പ്രോസസ് ആണ് വൈദ്യുത വിശേഷണ പ്രക്രിയ. എന്താണ്? വൈദ്യുത വിശേഷണ പ്രക്രിയ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സ്. സെക്കൻഡ് ആണ് ഇലക്ട്രോലൈറ്റിക്
പ്രോസസ്സ്. അതായത് ബ്രൈൻ എന്ന് പറഞ്ഞ ഗാഢ NaCl ലായനിക്കാണ് ബ്രൈൻ എന്ന് പറയുന്നത്. ബ്രൈൻ വൈദ്യുത വിശേഷണത്തിന് വിധേയമാകുമ്പോൾ നമുക്ക് ക്ലോറിൻ ലഭിക്കുന്നു. അപ്പോൾ രണ്ട് പ്രോസസ്സാണ് നമ്മൾ ക്ലോറിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിന് പറഞ്ഞത്. ഫസ്റ്റ് ആണ് ഡീകൺ പ്രക്രിയ, ഡീകൺസ് പ്രോസസ്സ്. നെക്സ്റ്റ് വൈദ്യുത വിശേഷണ പ്രക്രിയ, ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ സവിശേഷതകൾ, ക്ലോറിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വായുവിനേക്കാൾ 2.5 മടങ്ങ് ഭാരമുണ്ട് ക്ലോറിന്. വായുവിനേക്കാൾ 2.5 മടങ്ങ് ഭാരമുണ്ട്. ഇവ ജലത്തിൽ ലയിക്കുന്നു. ക്ലോറിൻ ജലത്തിൽ ലയിക്കുന്നു. കൂടിയ അളവിൽ, നമുക്ക് ഇനി കൂടിയ അളവിലുള്ള ക്ലോറിൻ്റെ ശ്വസനം നമുക്കൊരു മരണകാരണം തന്നെ ആയേക്കാം. നോക്കാം, കൂടിയ അളവിലുള്ള ക്ലോറിൻ്റെ ശ്വസനം മരണത്തിന് കാരണമാകുന്നു. ഈ ക്ലോറിൻ ലോഹങ്ങളും അലോഹങ്ങളുമായി പ്രവർത്തിച്ച് ക്ലോറൈഡുകൾ ഉണ്ടാകുന്നു. ക്ലോറിൻ ലോഹങ്ങളും അലോഹങ്ങളുമായി പ്രവർത്തിച്ച് ക്ലോറൈഡുകൾ ഉണ്ടാക്കുന്നു. ഇനി നെക്സ്റ്റ് ഹൈഡ്രജൻ അടങ്ങിയ ഒരു സംയുക്തമാണ്. സംയുക്തവുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകുന്നു. ക്ലോറിൻ ഹൈഡ്രജൻ അടങ്ങിയ സംയുക്തമായി പ്രവർത്തിച്ചിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകുന്നു. HCl, അതിനകത്ത് എന്തുണ്ട്? ഹൈഡ്രജനും ഉണ്ട് ക്ലോറിനും ഉണ്ട് അല്ലെ. HCl ആണ്, ബാക്കിയതാണ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ക്ലോറിൻ ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിച്ച്, ഹൈഡ്രജന്റെ ഇതെന്താണ് പ്രതീകം? H, ക്ലോറിൻ Cl. ഹൈഡ്രജനുമായിട്ട്, ക്ലോറിൻ ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിച്ച് എന്താണ്? HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് രൂപീകരിക്കുന്നു. ഇനി ഈർപ്പരഹിത കുമ്മായവുമായിട്ട് ക്ലോറിൻ പ്രവർത്തിച്ച് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നു. ബ്ലീച്ചിങ് പൗഡർ അതെങ്ങനെയാണ്? ഈർപ്പരഹിത കുമ്മായവുമായിട്ട് ക്ലോറിൻ പ്രവർത്തിപ്പിച്ച് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നു. ക്ലോറിൻ ദീർഘനേരം തുറന്നു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിന് ഹൈഡ്രോക്ലോറിക് ആസിഡും HCl ഇവ ഉണ്ടാക്കുന്നത് മൂലം ആ ക്ലോറിന്റെ മഞ്ഞ നിറം നഷ്ടമാകുന്നു. ക്ലോറിന്റെ നിറം നമ്മൾ എന്താ പറഞ്ഞേ? പച്ച കലർന്ന മഞ്ഞ നിറമാണ് ക്ലോറിനുള്ളത്. അപ്പൊ ദീർഘനേരം ഈ ക്ലോറിൻ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ, തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് HClഉം HOCl ഇവ ഉണ്ടാക്കുന്നത് മൂലം ആ ക്ലോറിന്റെ മഞ്ഞ നിറം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ രണ്ട് മൂലകങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ഏതാണ്? ഫ്ലൂറിനും ക്ലോറിനും പറഞ്ഞു. ക്ലോറിൻ നമ്മൾ ആരാണ് കണ്ടുപിടിച്ചത്? ഷീലയാണ്. ക്ലോറിൻ എന്ന പേര് നൽകിയത് ആരാണ്? ഡേവി. ക്ലോറിൻ എന്ന വാക്കിന് അർത്ഥം ക്ലോറോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ക്ലോറിൻ എന്ന വാക്കുണ്ടായത്. എന്താണ്? നിറം പച്ച കലർന്ന മഞ്ഞ നിറമാണുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ക്ലോറിൻ്റെ വ്യാവസായിക നിർമ്മാണം. രണ്ട് പ്രോസസ്സ് പറഞ്ഞു, ഡീകൺസ് പ്രോസസ്സും ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സും പറഞ്ഞു. പിന്നെ നമ്മൾ ക്ലോറിൻ്റെ സവിശേഷതകൾ, 3-4 പോയിന്റ് ക്ലോറിൻ്റെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമുക്ക് 2-3 എക്സ്ട്രാ പോയിന്റ്സും കൂടി നോക്കാം. അവിടെ കടൽ പായലുകളിൽ 0.5% അയഡിൻ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ കടൽ പായലുകളിലുള്ള അയഡിൻ്റെ അളവ് എത്രയാണ്? 0.5% അയഡിൻ അടങ്ങിയിരിക്കുന്നു. നെക്സ്റ്റ്, കടൽ ജലത്തിൽ സോഡിയം ക്ലോറൈഡിന്റെ മാസ് അനുപാതം എന്ന് പറഞ്ഞത് 2.5%. കടൽ ജലത്തിൽ സോഡിയം ക്ലോറൈഡിന്റെ മാസ് അനുപാതം എത്രയാണ്? 2.5%. 2.5% ചില്ലി സോൾട്ട് പീറ്ററിൽ 0.2% വരെ സോഡിയം അയോഡൈറ്റ് അടങ്ങിയിരിക്കുന്നു. ഇത് മൂന്നും ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് 3 പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ്? 17 ആധുനിക ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് ഇലമെന്റ്സ് മൂലകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. 17ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നിസൻ. ആ മൂലകങ്ങൾ നോക്കുക. ഹാലജനുകൾ എന്നറിയപ്പെടുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഗ്രൂപ്പിൻ്റെ 17ാം ഗ്രൂപ്പിൻ്റെ സവിശേഷതകൾ നമ്മൾ പറഞ്ഞു. പിന്നെ അതിനകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ ഏതൊക്കെയാണ്? ഫ്ലൂറിനും ക്ലോറിനും സെപ്പറേറ്റ് ചെയ്ത് മൂലകം നമ്മൾ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ക്ലോറിൻ്റെ സവിശേഷതകൾ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ. ഇതെന്ന് പറഞ്ഞാൽ ആധുനിക ആവർത്തന പട്ടിക എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ക്ലാസ്സും പഠിച്ചു പോകുകയാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണുക. ഇപ്പോൾ നമ്മൾ എവിടെ വരെ എത്തി? 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ വരെയും പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ച് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.